എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ വിളിച്ചു. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും അപേക്ഷ എഡിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ജൂലൈ 10 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് പോയി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികളെ അങ്ങനെ അവരത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വന്നപ്പോൾ ഒരു കാര്യത്തോടെ നമ്മുടെ ചാനൽ 13,000 സബ്സ്ക്രൈബ് എന്ന അക്കൗണ്ട് എത്തിയിരിക്കുകയാണ്. 13,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും തുടർന്ന് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയും നല്ല നിലയിൽ എത്താൻ പറ്റൂ. 1 ലക്ഷം 2 ലക്ഷമൊക്കെ നമുക്ക് കവർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ പിന്തുണ ഉണ്ടാവേണ്ടതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാണ്, 13,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ സഹായിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് ഞാൻ ആത്മാർത്ഥമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ഗൂഗിളിലോ ക്രോമിലോ കയറി കേരള യൂണിവേഴ്സിറ്റിന്ന് ഡയറക്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കും. അവിടെ FYUG CAP 2024 എന്നൊരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആപ്ലിക്കേഷൻ ID പാസ്വേഡ് നൽകി ഇവിടെ ലോഗിൻ എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യണം. ഇത് നിലവിൽ അപേക്ഷ നൽകിയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കുള്ളതാണ്. നിങ്ങളുടെ കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് വരും. അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാനൊക്കെ പറ്റും കേട്ടോ. ഹാപ്പി ആയില്ലേ? ഓക്കെ. ഇനി ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർക്ക് അവിടെ എന്തുണ്ട്, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയവർ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും നൽകി ലോഗിൻ അല്ല ചെയ്യേണ്ടത്. എന്ത് ചെയ്യണം, രജിസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അവിടെ എന്ത് ചെയ്യും, രജിസ്റ്റർ എന്നൊരു ചുവന്ന കോളത്തിൽ ലിങ്ക് കാണിക്കും. രജിസ്റ്റർ എന്നൊരു ലിങ്ക് അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷം ആയിരിക്കണം. ക്രിയേറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സിങ് കൊടുത്തിട്ട് വേണം ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും നൽകി പാസ്വേഡ് നൽകി ഇവിടെ ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഡീറ്റെയിൽസൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാണ്ടാവും. പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ഇങ്ങനെയാണ്. ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ കാണും. അതെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ അക്കാദമിക് ഡീറ്റെയിൽസ്, +2 മാർക്ക് ഡീറ്റെയിൽസ്, പിന്നെ കോളേജ് കോഴ്സ് വൈസ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിനോട് മാത്രമല്ല അവിടെ പേയ്മെൻറ്റ് മെത്തേഡും കൂടിയുണ്ട്. അതും കൂടെ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയി മാറുന്നത്. അപ്പോൾ നിലവിൽ അപേക്ഷ സമർപ്പിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് മാത്രം മതിയാവുള്ളൂ, ഉള്ള എഡിറ്റിങ് മാത്രമേ. അത് പുതിയ വേക്കൻസി ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ കോളേജ് കോഴ്സൊക്കെ 1 by 1 എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാത്ത വിദ്യാർത്ഥികൾ ആദ്യം മുതലേ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാം കൃത്യമായി ചെയ്യേണ്ടി വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ, the career guidance. Thanks for watching. Bye.